ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നേപ്പാളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഔന്നത്യം വളരുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തെ വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളെ AI അധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വോട്ടർമാരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി മന്ത്രി GR അനിൽ. വിലക്കയറ്റത്തിൽ കേരളം മുന്നിലെന്ന് പ്രതിപക്ഷം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് 8ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. നേപ്പാളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേപ്പാൾ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ശ്രീ മോദി ആശംസകൾ നേർന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഔന്നത്യം വളരുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനം മൻധൻ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനാകുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വികസിത ഭാരതത്തിലേക്ക് തന്ത്രപ്രധാന മാർഗരേഖ എന്ന പ്രമേയത്തിലൂന്നി ഡിഫൻസ് എസ്റ്റേറ്റ്സ് ഡയറക്ടറേറ്റ് ജനറലാണ് ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചത്. ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ അന്തിമമാക്കിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വരും ദിവസങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ AI ഇമ്പാക്ട് സബ്മിറ്റ് 2026 പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത വർഷം AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളെ AI അധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതിനാവശ്യമായ മുഴുവൻ ധനസഹായവും കേന്ദ്ര സർക്കാർ നൽകുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ഫൗണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ വാർഷിക സിംബോസിയത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി. These ITIs, as I said, one in every district. There are about 750, approximate number, 750 districts. So if these ITIs would adopt a hub and spoke model within a state, we will be able to provide them the entire money required for upgrading these places for AI-driven training centers. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് നീക്കൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനിൽ വോട്ട് നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. 2023 കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ നീക്കം ചെയ്യാൻ നടന്ന ശ്രമങ്ങൾ പരാജയപ്പെട്ടു. വിഷയത്തിൽ FIR ഫയൽ ചെയ്തതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ 6000-ഓളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി നേരത്തെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. രാജ്യത്തിന്റെ നികുതി വരുമാന സംവിധാനം ആധുനികവൽക്കരിക്കുകയും ലളിതമാക്കുകയുമാണ് പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കൊൽക്കത്തയിൽ GST പരിഷ്കാരം സംബന്ധിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 8 വർഷം മുമ്പ് അവതരിപ്പിച്ച GST ചട്ടക്കൂട് പുനഃക്രമീകരിക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തിരുന്നതായും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. വിലക്കയറ്റത്തിൽ കേരളം രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തു നിന്നും PC വിഷ്ണുനാഥാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. നടപടികൾ നിർത്തിവെച്ചുള്ള ഉപക്ഷേപങ്ങൾ തുടർച്ചയായ 3ാം ദിവസമാണ് സഭയുടെ പരിഗണനയ്ക്ക് വന്നത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ബ്ലൂ ടൈഡ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ കോൺക്ലേവിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും.
പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ കാർഷിക മേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷനിലൂടെ സാറ്റലൈറ്റുകൾ, സെൻസറുകൾ, മൊബൈൽ ആപ്പുകൾ എന്നിവ ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ വലിയ പരിവർത്തനമാണ് സൃഷ്ടിച്ചത്. സാങ്കേതിക വിദ്യ വികസനങ്ങളിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. एग्रीकल्चर सेक्टर में डिजिटल टेक्नोलॉजी का भरपूर इस्तेमाल कर रहे हैं. पीएम किसान सम्मान निधि के माध्यम से एक क्लिक पर 10 करोड़ किसानों के बैंक खाते में 30 सेकंड में पैसे ट्रांसफर हो जाते हैं. डिजिटल क्रॉप सर्वे के लिए डिजिटल पब्लिक इंफ्रास्ट्रक्चर बना रहे हैं. हमारे किसानों को रियल टाइम इंफॉर्मेशन मिलेगी और वो डेटा ड्रिवन डिसीजन ले सकेंगे. ഈ നാം പ്ലാറ്റ്ഫോമിലൂടെ 1000-ലധികം മണ്ഡികളെ ബന്ധിപ്പിച്ച് കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കിയതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ജാവലിൻ താരം നീരജ് ചോപ്ര പുറത്ത്. 88.16 മീറ്റർ ദൂരമെറിഞ്ഞ ട്രിനിഡാഡിന്റെ കിഷോൺ വാൾക്കോട്ടിനാണ് സ്വർണം. നിലവിലെ ലോക ചാമ്പ്യനായ നീരജിന് 8ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത്. അരങ്ങേറ്റ മത്സരത്തിൽ ഇന്ത്യയുടെ സച്ചിൻ യാദവ് 4ാം സ്ഥാനം നേടി. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. നാളത്തെ മത്സരത്തിൽ ഇന്ത്യ ഒമാനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജീത്തെ ഹേ രാജ്യവ്യാപകമായി റിലീസ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ബാല്യകാലം പ്രമേയമാക്കി ചിത്രീകരിച്ച ബയോപിക് ഷോർട്ട് ഫിലിമാണിത്. സ്കൂളുകളിലും 500ഓളം സിനിമാശാലകളിലും ഒക്ടോബർ 2 വരെ പ്രത്യേക പ്രദർശനമുണ്ടാകും. വാണിജ്യ വ്യവസായ വകുപ്പ് ഇന്ന് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പൊതു ഇടങ്ങൾ വൃത്തിയാക്കൽ, പരിസ്ഥിതി സൗഹൃദ മാലിന്യരഹിത ആഘോഷങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 3 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ 14 പേരെ കാണാതായി. 20ഓളം പേർക്ക് പരിക്കേറ്റു. 200ഓളം പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കേരളത്തിലെ വർക്കല ക്ലിഫ് ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 7 പുതിയ പ്രകൃതി പൈതൃക സ്ഥലങ്ങൾ കൂടി യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഇന്ത്യയുടെ 69 പൈതൃക സൈറ്റുകൾ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ചു. പഞ്ചഗണിയിലെയും മഹാബലേശ്വറിലെയും ഡെക്കാൻ ട്രാപ്പുകൾ, ആന്ധ്രാപ്രദേശിലെ എരമട്ടി ദിബ്ബാലു, തിരുമല കുന്നുകൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെട്ടു. ഉപഭോക്താക്കളുടെ സിം KYC ട്രായ് താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നും സിം കാർഡുകൾ BSNL 24 മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ചെയ്യുമെന്നും പറയുന്ന നോട്ടീസ് വസ്തുതാവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം. BSNL അത്തരം അറിയിപ്പുകൾ നൽകിയിട്ടില്ലെന്ന് PIB സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ. ഒരു ഇന്ത്യൻ പൗരന്റെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും ബീഹാറിൽ BJP നേതാക്കളെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. JDU അധ്യക്ഷൻ നിതീഷ് കുമാറുമായി ശ്രീ ഷാ ഇന്ന് പട്നയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിൽ രാജ്യത്ത് റെക്കോർഡ് സാമ്പത്തിക വികസനം ഉണ്ടായതായി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്ത നാഗേശ്വരൻ. ഭാരത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 125ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2027-28 ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം $5 ലക്ഷം കോടി ആയിരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പ്രവചിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. EPFO പോർട്ടലിൽ അംഗങ്ങൾക്ക് ഒറ്റ ലോഗിൻ വഴി എല്ലാ പ്രധാന സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പരാതികൾ കുറയ്ക്കുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഔന്നത്യം വളരുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളെ AI അധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വോട്ടർമാരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി മന്ത്രി GR അനിൽ. വിലക്കയറ്റത്തിൽ കേരളം മുന്നിലെന്ന് പ്രതിപക്ഷം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് 8ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.